ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുനർവളം തരുന്നത് ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട്. ഈ ഇന്ത്യയിൽ ഇപ്പോൾ ഇൻഷുറൻസ് വളരെ ശോഷിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറയാം. പക്ഷെ അത് അതിൻ്റെ കുതിപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ലൈഫ് ഇൻഷുറൻസ് അല്ല, ലൈഫ് ഇൻഷുറൻസ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. ലൈഫ് ഇൻഷുറൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അത് എല്ലാവരും എത്തിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ നല്ലൊരു ശതമാനത്തിൽ എത്തിയിട്ടുണ്ട്. അത് LIC അതിന് വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. പക്ഷെ അവരൊന്നും വേണ്ടത്ര ഈ എന്താ പറയുക, ഈ ലൈഫ് ഇൻഷുറൻസിൽ ഒന്നും ചെയ്തിട്ടില്ല. ലൈഫ് ഇൻഷുറൻസ് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ US, പിന്നെ അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ചെറിയ പ്രീമിയം കൊടുത്തുകൊണ്ട് ഒരാൾക്ക് എല്ലാ ഇൻഷുറൻസും കവർ ചെയ്ത് കിട്ടും. നമ്മൾ നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ അയാൾ കാശൊന്നും അടക്കണ്ട, ഒരു ചെറിയ ശതമാനം 15% ഒക്കെ കോ പേയ്മെൻറ്റ്, ഒരു 800-900 ദറംസ് ആയിട്ടുണ്ട് വെച്ചെങ്കിൽ, രൂപയാണെങ്കിൽ വലിയ 10,000 20,000 ആവും ഒരു രൂപയിൽ ഒരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ UAE നമുക്കൊരു 15%, അത് ചെറിയ ശതമാനം വരുള്ളൂ. 10, 20, 30 ദറംസ് നമുക്ക് വരുള്ളൂ. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇൻഷുറൻസുകാർ ഒന്നും ചെയ്യുന്നില്ല. അവസരത്തിൽ ഒരു വലിയ തോതിൽ ടാറ്റ ഇൻഷുറൻസ് 50,000 ഒരു വർഷത്തിന് ചെറിയ ഒരു ഫാമിലിക്ക് വാങ്ങിക്കുന്നത് നമ്മളുടെയും കൂടെ അനുഭവമാണ്. അതായത് പലരുടെ അടുത്തുനിന്നും ടാറ്റ ഇൻഷുറൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഈ ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യമല്ല, ഞാൻ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസിനെ ഭാരിച്ച തുക നാട്ടിലടക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥ ആളുകൾക്കുണ്ട്. അത് മാറണം. അത് സർക്കാർ തന്നെ അത് മുൻകൈ എടുത്തത് മാറ്റണം. ന്യായമായ ചാർജ്, കാരണം ഓരോ വർഷം അടക്കുന്ന കാശ് അത് വെറുതെ നഷ്ടപ്പെട്ടു പോവുകയാണ് ആളുകൾക്ക്. ഈ വാഹനങ്ങളുടെ ഇൻഷുറൻസ് അടക്കുന്ന പോലെ അങ്ങനെ നഷ്ടപ്പെടാവുന്ന ഒരു ഇൻഷുറൻസിന് ഇത്ര അധികം അടക്കണമെന്ന് തോന്നിയാൽ അത് ന്യായമായ കാര്യമല്ല. ലോകത്തിൽ എവിടെയില്ലാത്ത കാര്യമാണ് അത് ചെറിയൊരു തുക ആക്കി എടുക്കുന്നത്. അത് മാത്രമല്ല, ഇവർ ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് എന്താ കൊടുക്കുന്നത്? കിടന്ന് ചികിത്സിച്ചാൽ മാത്രമേ കൊടുക്കുള്ളൂ. എത്ര പേര് കിടന്ന് ചികിത്സിക്കുന്നുണ്ട്? 1000 പേര് ആശുപത്രിയിൽ പോയാൽ 2-4 ആൾ അല്ലെങ്കിൽ ഒരു 10 ആൾ കിടന്ന് ചികിത്സിക്കുന്നുണ്ടോ? അപ്പോൾ എത്ര വളരെ തുച്ഛമായ ശതമാനം, 1% പോലും ഇല്ല, അല്ലെങ്കിൽ 2%, വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമേ കിടന്ന് ചികിത്സ നടത്തുന്നുള്ളൂ. കാരണം അതിനേക്കാൾ എത്രയോ ഉപരി ഈ ഔട്ട് പേഷ്യൻ്റ് രോഗികളുണ്ടെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. നമ്മൾ ഔട്ട് പേഷ്യൻറ്റിലേക്ക് കണ്ണാഴ്ച കഴിഞ്ഞാൽ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഈ കിടന്ന് ചികിത്സിക്കുന്ന ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്ന ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ആ മെത്തേഡ് മാറ്റണം. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ശരിയായ രീതിയല്ല. അങ്ങനെയാണെങ്കിൽ അവർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എല്ലാവിധ ചികിത്സകൾക്കും മറ്റു രാജ്യങ്ങളിലുള്ള പോലെ എല്ലാവിധ ചികിത്സക്കും ഇൻഷുറൻസ് ബാധകമാകണം. ഇൻഷുറൻസിന് പ്രീമിയം കൊടുക്കണം. പക്ഷേ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു പുതിയ കാര്യം വന്നിട്ടുള്ള എന്താ വെച്ചാൽ, ഇന്ത്യയിലെ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ അംഗീകാരം കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഒരു പുതിയ പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഇൻഷുറൻസ് ഓരോ കമ്പനികളും വെവ്വേറെയാണ് ചെയ്യുന്നത്. ഓരോ കമ്പനികളും അതുപോലെ തന്നെ ഈ ഏജന്റുമാരുണ്ടാവും, ബ്രോക്കേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ വഴിക്കാണ് ചെയ്യുന്നത്. ഇൻഷുറൻസ് ഏജന്റ് നമ്മളടുത്ത് സമീപിക്കാറുണ്ട്. ബ്രോക്കേഴ്സിനെ കുറിച്ച് നമുക്കറിയാം. ഇവരൊക്കെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലുപരിയായിട്ട് ഒരു പ്ലാറ്റ്ഫോം, ഒരു ഏകീകൃത പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോം വഴിക്ക് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് നമുക്ക് മേടിക്കാം. പഴയ പോലെ ഒരു വലിയ ഫോറം പൂരിപ്പിച്ച് കൊടുക്കേണ്ട കാര്യമില്ല, ഡിജിറ്റലായിട്ട് കിട്ടും. അപ്പോൾ നമ്മളുടെ ഇതൊരു ഓൺലൈൻ അക്കൗണ്ടിലൂടെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആകട്ടെ, മറ്റ് ഇൻഷുറൻസുകളാകട്ടെ, ഈ മെഡിക്കൽ ഇൻഷുറൻസ്, ഇതൊക്കെ ഒരു പോർട്ട്ഫോളിയോക്കകത്ത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അതിനെക്കുറിച്ച് എന്താണെന്ന് അതിൻ്റെ വിശദീകരിക്കുന്നതിലേക്ക് പോകാം. കുറഞ്ഞ പ്രീമിയത്തിൽ ഇൻഷുറൻസ്, ബീമാ സുഖം എന്നാണ് അതിൻ്റെ പേര്. പ്ലാറ്റ്ഫോമിന് അംഗീകാരമായി. പ്ലാറ്റ്ഫോം വഴി നേരിട്ട് എടുക്കുന്ന പോളിസികൾക്ക് പ്രീമിയം നിരക്കിൽ കിഴിവുണ്ടാകും. ഇൻഷുറൻസ് പോളിസികൾ വാങ്ങൽ, പുതുക്കൽ, ക്ലെയിം നടപടികൾ, തീർപ്പാക്കൽ തുടങ്ങിയവ എളുപ്പത്തിലാക്കാൻ സഹായിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDAI അംഗീകാരം നൽകി. ബീമാ സുഖം എന്ന പേരിലാണ് ഇതിനായി ഓൺലൈൻ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുക. 2047 എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന ലക്ഷ്യം കൈവരിക്കാൻ ലക്ഷ്യമിട്ട് കൂടിയാണ് പുതിയ പദ്ധതി തയ്യാറാക്കിയത്. 2047 വരെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ അതന്നെ ഗവൺമെൻറ് ചെയ്യുന്നൊരു ശരിയല്ലാത്ത കാര്യമാണ്. എനിവേ, അതിലേക്ക് ഇപ്പോൾ പൊളിറ്റിക്സിൽ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. ബീമാ സുഖം കൂടുതൽ അറിയാം. ഇൻഷുറൻസ് കമ്പനികൾക്ക് വിവിധ പോളിസികൾ വിൽക്കാൻ സഹായിക്കുന്ന കൊമേഴ്സ് പ്ലാറ്റ്ഫോം പോലെയാകും ബീമാ സുഖം പ്രവർത്തിക്കുക. ലൈഫ്, ഹെൽത്ത്, നോൺ ലൈഫ് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാകും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പോളിസികൾ എടുക്കൽ, പുതുക്കൽ, പോർട്ട് ചെയ്യൽ, ക്ലെയിം തീർപ്പാക്കൽ, പരാതി പരിഹാരം എന്നിവ ഉൾപ്പെടെ എല്ലാ നടപടിക്രമങ്ങളും പ്ലാറ്റ്ഫോമിൽ നടത്താനാകും എന്നുള്ളത് അതിൻ്റെ ഒരു സവിശേഷതയായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. പോളിസി ഉടമകൾ, ഇടനിലക്കാർ, ഏജന്റുമാർ എന്നിവർക്കെല്ലാം പ്ലാറ്റ്ഫോം പ്രയോജനകരമായും ആകും. അതുവഴി സുതാര്യതയും കാര്യക്ഷമതയും സഹകരണവും ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് IRDAIയുടെ പ്രതീക്ഷ. നീണ്ട ഒരു അബ്രിവേറ്ററാണ്.
എപ്രകാരം ഗുണകരമാകും? ഇൻഷുറൻസ് കമ്പനികൾ, ഏജന്റുമാർ എന്നിവർ വഴിയാണ് നിലവിൽ ഇൻഷുറൻസ് പോളിസികൾ വാങ്ങാൻ കഴിയുന്നത്. ദൈർഘ്യമേറിയ ഫോമുകൾ പൂരിപ്പിച്ചാണ് തുടക്കം. പുതുക്കലുകൾക്കും ക്ലെയിമുകൾക്കുമായി പോളിസി ഡോക്യുമെന്റുകൾ സൂക്ഷിക്കേണ്ടി വരുന്നു. പോളിസി ഇലക്ട്രോണിക് രൂപത്തിൽ ലഭിക്കുമെന്നതിനാൽ പേപ്പർ വർക്കുകൾ ഇല്ലാതാകും. ഓൺലൈൻ വഴി പുതുക്കൽ തീയതി ഉൾപ്പെടെ പോളിസികളുടെ എല്ലാ വിവരങ്ങളും ഒരിടത്ത് കാണാൻ കഴിയും. ഓരോ പോളിസിയും വേറെ വേറെ സൂക്ഷിക്കേണ്ടതില്ല. ഹെൽത്ത്, ലൈഫ്, നോൺ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾക്കെല്ലാം ഇത് ബാധകമാണ്. പുതുക്കാനോ ക്ലെയിം ചെയ്യാനോ ഇതിലൂടെ എളുപ്പത്തിൽ കഴിയും. പ്രീമിയം കുറയുമെന്നാണ് അതിലെ അടുത്തൊരു ചോദ്യം. താങ്ങാവുന്ന നിരക്കിൽ പോളിസികൾ ലഭ്യമാക്കാൻ ബീമാസുഖം ഉപകരിക്കുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ കമ്മീഷൻ ഈടാക്കിയാണ് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങളുടെ വിപണനം നടക്കുന്നത്. ബീമാസുഖം വഴി നേരിട്ട് പോളിസികൾ വിൽക്കുന്നതിനാൽ ഇടനിലക്കാർക്ക് നൽകുന്ന കമ്മീഷൻ കുറയാൻ വലിയ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതോടെ പ്രീമിയം നിരക്കിലും കുറവുണ്ടാകും. പ്ലാറ്റ്ഫോം വഴി നേരിട്ട് എടുക്കുന്ന പോളിസികൾക്ക് പ്രീമിയം നിരക്കിൽ കിഴിവ് നൽകാമെന്ന് IRDAI നേരത്തെ നിർദ്ദേശിച്ചിരുന്നു, അതായത് ഈ റെഗുലേറ്ററി അതോറിറ്റി. ബീമ പോർട്ടൽ ഉപയോഗിക്കുന്നതിന് അധിക നിരക്കുകൾ നൽകേണ്ടതുമില്ല. അത് ഒരു സവിശേഷതയാണ്. ബാങ്കിംഗ് മേഖലയിൽ UPIക്ക് സമാനമായി ഇൻഷുറൻസ് മേഖലയിലും ബീമാസുഖം വലിയ മാറ്റമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. റെഗുലേറ്ററിയുടെ അംഗീകാരം ലഭിച്ചതോടെ പ്ലാറ്റ്ഫോമിൻ്റെ പ്രവർത്തനങ്ങൾ ഉടനെ തുടങ്ങിയേക്കും. പക്ഷേ ഇത് വലിയ പ്രയോജനം കിട്ടുമെന്നൊക്കെ പറഞ്ഞത് ഒരു ചെറിയ തോതിലുള്ള ആൾക്കാരാണ് അതിൽ ഇടപെടുക. സാധാരണ ഇപ്പം എന്തൊരു പരിപാടി വന്നാലും ഓൺലൈൻ വഴിക്ക് നമ്മുടെ ആളുകൾ ഡയറക്റ്റ് പോയിട്ട് ചെയ്യുന്നില്ല. ആരെങ്കിലും പോയിട്ട് വല്ല ഈ അക്ഷയ അങ്ങനെ പോലുള്ളതിനെ പോയിട്ട് ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ നൂലാമാലകൾ കുറേ ഉണ്ടാവും. നാട്ടിലെ നമ്മളുടെ ഇത്തരം സ്ഥാപനങ്ങളുടെ നൂലാമാലകൾ കുറേ ഉണ്ടാവും. കാരണം എന്തെങ്കിലും ഒരു തെറ്റോ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാതിരിക്കുകയോ എവിടെയും ടൈപ്പ് ചെയ്ത് അങ്ങോട്ട് മാറിപ്പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടന്ന് അത് സോർട്ട് ഔട്ട് ചെയ്യൽ എളുപ്പമല്ല. അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ആളുകൾ മറ്റു വഴിക്ക് ചിന്തിക്കുകയാണ് പതിവ്. പിന്നെ ചുരുക്കം ആളുകളൊക്കെ ഇതിലേക്ക് മാറും. പക്ഷേ ഇത് മാറാനുള്ള എളുപ്പ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് കുറേ കൂടി മികച്ച രീതിയിൽ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ഞാൻ നിങ്ങളോടൊപ്പം പുണ്യകർമ്മ സൈനിങ് ഓഫ്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും വരുന്നതിന് നന്ദി, നമസ്കാരം.